കറി ഉണ്ടാക്കാൻ വേണ്ടി ഇതാടെ കുറച്ച് കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാം. ഇതൊരു യൂട്യൂബർ ലക്ഷ്മി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യാണ്. ആൻഡ് ഇതൊരു സിമ്പിൾ ഡിഷാണെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് എൻ്റെ 1.5 മണിക്കൂർ ഞാൻ ഇതിനായിട്ട് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എന്തു പറഞ്ഞാലും നല്ല അടിപൊളി സ്നാക്കായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ. ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി, ചെറുതായി അരിഞ്ഞ മുളകും ആഡ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ആഡ് ചെയ്യുക. എന്നിട്ട് അതും മിക്സ് ചെയ്തതിന് ശേഷം കൂന്തൽ ചെറിയ പീസായി അരിഞ്ഞതും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കൂന്തലിലേക്ക് നിറയ്ക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തതാണ് ടാസ്ക് പരിപാടി. ഈ കൂന്തലിലേക്ക് ഈ മസാല നിറയ്ക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മസാല പുറത്തു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിക്കാനുണ്ട്. 5 മിനിറ്റിന് കൂടുതൽ വേവിക്കാൻ പാടില്ല. അഥവാ വേവിക്കുകയാണെങ്കിൽ റബ്ബർ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അതവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് അപ്പോഴേക്കും പൊരിക്കാനുള്ള മസാല റെഡിയാക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ പൊരിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മൾ കൂന്തൽ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വലുപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചുരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ചേർത്ത് അവിടെ വെച്ച് പൊരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടച്ചിട്ട് പൊരിക്കണേ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ പൊരിച്ചൊക്കെ കഴിഞ്ഞു. നമ്മളുടെ കൂന്തൽ നിറവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ആൻഡ് അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ഐറ്റം.